റമലയിൽ ജനക്കൂട്ടങ്ങൾ ആവേശത്തോടു കൂടി അവരെ സ്വീകരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് 20 ഇസ്രായേലി തടവുകാരെ ഇന്ന് ഹമാസ് മോചിപ്പിച്ചു. അവരെല്ലാ ആളുകളും ഇപ്പോൾ ഇസ്രായേലിലെത്തി. ഇപ്പോൾ ഇസ്രായേലിൽ എത്തിയിട്ടുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലി പാർലമെന്റായ നെസറ്റിനെ അഭിസംബോധന ചെയ്യും അല്പസമയത്തിനകം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ നെസറ്റിലെ പ്രഭാഷണത്തിന് ശേഷം വീണ്ടും ട്രംപ് മടങ്ങിയെത്തി ബന്ദികളിൽ ചില ആളുകൾ എത്തിയിട്ടുള്ള ആശുപത്രി സന്ദർശിക്കും. അവിടെ ഈ ഇസ്രായേലി ബന്ദികളുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിരിക്കും. കാരണം ഈ ബന്ദികൾ മോചനത്തിന് സാധ്യമായത് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലുകളാണ് എന്നുള്ള വലിയ ഒരു ഇമേജ് സൃഷ്ടിക്കാൻ തന്നെയാണ് ട്രംപ് ശ്രമിക്കുക. അതിനുശേഷമാണ് ഇന്ന് ഷറബുഷേഖിലെ പ്രധാനപ്പെട്ട ഉച്ചകോടി പ്രസക്തമാകുന്നത്. അവിടെ 20-ലധികം വരുന്ന രാജ്യങ്ങളിലുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. നേരത്തെ അവിടെ ഇസ്രായേലിന്റെയും അതേപോലെ തന്നെ ഫലസ്തീന്റെയും പ്രതിനിധികൾ ഉണ്ടാവില്ല എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 2 പേരെയും ക്ഷണിച്ചിരിക്കുകയാണ്. ഈജിപ്തിന്റെ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി, ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് നേരത്തെ തന്നെ കഴിഞ്ഞ രാത്രിയിൽ തന്നെ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. ഇപ്പോൾ നെതന്യാഹുവിനെയും ആ കൈറോ ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നെതന്യാഹു പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഒഫീഷ്യലായി നെതന്യാഹു അക്കാര്യം ആരെയും അറിയിച്ചിട്ടില്ല. ഏതായിരുന്നാലും വലിയ ഒരു സംഭവമായി തന്നെ ഡൊണാൾഡ് ട്രംപിന്റെയും അതേപോലെ തന്നെ അബ്ദുൽ ഫത്താഹ് അൽ സിസിയുടെയും സംയുക്ത അധ്യക്ഷതയിൽ ആ യോഗം ചേരുകയാണ്. അവിടെയാണ് ഗസയുടെ ഭാവി അതേപോലെ തന്നെ പുനർനിർമ്മാണം അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ ഒരു ഭാഗത്തും ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെ മറുഭാഗത്തും നിർത്തിക്കൊണ്ടുള്ള ഒരു കരാർ പ്രഖ്യാപനം ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ അത് ഹമാസിനെ ഒറ്റപ്പെടുത്തുന്നതിന് സമാനമായ ഒരു നിലപാടാണ്. ഹമാസിനെയാണ് യഥാർത്ഥത്തിൽ അങ്ങോട്ട് ക്ഷണിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഹമാസ് എന്ന് പറയുന്നത് US പട്ടികയിൽ തീവ്രവാദ സംഘടനയായി രേഖപ്പെടുത്തപ്പെട്ട സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഹമാസിനെ അത്തരമൊരു വേദിയിലേക്ക് ക്ഷണിക്കാനുള്ള സാധ്യത ഇല്ല. അതിന് പകരമായി മഹ്മൂദ് അബ്ബാസിനെ അവിടേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് ആയിരക്കണക്കിന് ഫലസ്തീൻ ബന്ദികൾ 3 ഇടങ്ങളിലായി, ഒന്ന് വെസ്റ്റ് ബാങ്കിലാണ്, മറ്റൊന്ന് ഗസയിലാണ്, മറ്റൊന്ന് ജെറുസലേമിലാണ്. ഈ 3 ഇടങ്ങളിലായി ഈ ഫലസ്തീൻ ബന്ദികൾ എത്തുന്ന കാഴ്ചകൾ ഇന്ന് മനോഹരമായ കാഴ്ചയാണ്. പ്രത്യേകിച്ചും ഈ ഗസയിലുള്ള ഖാൻ യൂനിസിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ സംഗമം തന്നെ ഇവരെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഹമാസ്. നേരത്തെ ബന്ദികളെ വിട്ടു നൽകുന്ന സമയത്തുള്ള പരേഡും അതേപോലെ തന്നെ ശക്തി പ്രകടനവും ഒഴിവാക്കണമെന്ന് കരാറിൽ ഉണ്ടായതുകൊണ്ട് തന്നെ അത് ഹമാസ് ഒഴിവാക്കിയിരുന്നു. അതിന് പകരമായിട്ടാണ് ഇപ്പോൾ ഈ ബന്ദികൾ എത്തുന്ന കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങാക്കി മാറ്റാൻ വേണ്ടി ഹമാസ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ആയിരങ്ങൾ പങ്കെടുക്കുന്നു. പക്ഷേ നമുക്കറിയാം ഗസയിൽ നിന്ന് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത് നിരവധി ആളുകളാണ്. അതിൽ ചെറിയ കുട്ടികൾ വരെയുണ്ട്. അവരുടെയൊക്കെ മാതാപിതാക്കൾ അവിടേക്ക് എത്തിച്ചേരുന്നു. അവരിൽ പല ആളുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് മാതാപിതാക്കൾ. അതേപോലെ ഗസയിൽ നിന്ന് കാണാതായ ആളുകളെ കുറിച്ച് അത് ഇസ്രായേൽ കൊണ്ടുപോയതാണോ അതോ കൊല്ലപ്പെട്ടതാണോ അതല്ല വേറെ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുകയാണോ അവർ കാണാത്ത ആളുകളാണോ ഒന്നും അറിയാത്തൊരു സ്ഥിതിയാണ് 2 വർഷത്തിനിടയിൽ ഉണ്ടായത്. അപ്പോൾ വലിയ ജനക്കൂട്ടം 10,000-കണക്കിന് ആളുകൾ അവിടെ എത്തിച്ചേരുന്നത് തങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ആ കൂട്ടത്തിലുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഏറ്റവും വൈകാരികമായ നിമിഷങ്ങളുള്ള ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ ഇസ്രായേലും അതേപോലെ തന്നെ ഇസ്രായേലികളും അതേപോലെ തന്നെ ഫലസ്തീനികളും കടന്നു പോകുന്നത്. 2 വർഷത്തെ യുദ്ധത്തിന് താൽക്കാലികമായ ഒരു അന്ത്യമായി എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇരുഭാഗത്തുമുള്ളത്. ഇതിനുശേഷം വീണ്ടും യുദ്ധത്തിലേക്ക് ഇസ്രായേൽ തിരിച്ചു പോകുമോ എന്നതടക്കമുള്ള നിർണായകമായ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇന്ന് ഏതായിരുന്നാലും 28 മൃതദേഹങ്ങൾ കൂടി ഇസ്രായേലിലേക്ക് ഹമാസ് വിട്ടു നൽകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. റെഡ് ക്രോസിന്റെ പ്രവർത്തകരുമായി ഹമാസ് സൈനിക വിഭാഗം ഇപ്പോൾ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്, ആശയവിനിമയം നടത്തുന്നുണ്ട്. എപ്പോഴായിരിക്കും ഈ 28 മൃതദേഹം അവരുടെ ശവപ്പെട്ടികൾ കൈമാറുക എന്നുള്ളത് അവർ ആശയവിനിമയം നടത്തുന്നുണ്ട്. ഷർമുഷേഖിലെ കൂടിക്കാഴ്ച നടക്കുന്ന സമയത്ത് തന്നെ അതുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുഹൈലിനെ നമുക്കറിയാം, ഇതിലിപ്പോൾ ബന്ദിമോചനം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്, പൂർണ്ണമായ വെടിനിർത്തൽ ഇല്ലെങ്കിൽ പൂർണ്ണമായ സമാധാനം എന്ന കാര്യം ട്രംപ് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും, ഇല്ലെങ്കിൽ അതിലേക്ക് ഇനി എത്ര ദൂരമുണ്ട് എന്നതുകൂടി വലിയ